2025 അടുത്ത സെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ മുഴുവനായും കാണണം. കാരണം നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ അല്ലെങ്കിൽ നിങ്ങൾ അറിയാതെ പോയ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് പ്രിയങ്ക. എന്താണ് ആ ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്നല്ലേ? കഴിഞ്ഞ കുറെ വർഷങ്ങളായി സെറ്റ് വിദ്യാർത്ഥികളെ പ്രിപ്പയർ ചെയ്യിക്കുന്ന ഒരു അധ്യാപികയാണ് ഞാൻ എന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് ഈ വരുന്ന എക്സാമിന് ഞാൻ ജനറൽ പേപ്പറിനും മാത്സിനും കോഴ്സ് കൊടുക്കുന്ന വിവരവും നിങ്ങൾ അറിഞ്ഞു കാണും. അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു 2013 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് അതിലെ ക്വസ്റ്റ്യൻസ് കുട്ടികൾക്ക് കുറച്ച് വെറുതെ വർക്ക്ഔട്ട് ചെയ്യാൻ കൊടുക്കാമെന്ന പ്രതീക്ഷയിൽ LBSന്റെ സൈറ്റിൽ കയറുകയുണ്ടായി. അന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അതിനകത്ത് ഏകദേശം 2015-2013 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അവൈലബിൾ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ 2023 മുതലുള്ള 5 PYQs മാത്രമാണ് വെബ്സൈറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ ആദ്യം കരുതിയത് വെബ്സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ ആയിരിക്കും എന്നതാണ്. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഹെൽപ്പ് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എക്സാം പാറ്റേൺ മാറിയതിനു ശേഷം, അതായത് സിലബസിൽ ഒരു മാറ്റവും വന്നിട്ടില്ല, എക്സാം പാറ്റേൺ മാറിയതിനു ശേഷമുള്ള 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രമാണ് ഇപ്പോൾ സൈറ്റിൽ അവൈലബിൾ ആയിരിക്കുന്നത്. വേണമെങ്കിൽ നിങ്ങൾ കുറച്ചു ദിവസം കഴിഞ്ഞ് നോക്കാം എന്ന് പറഞ്ഞിട്ടെങ്കിൽ പോലും ഒരു ഉറപ്പും തന്നിട്ടില്ല 2016 ശേഷമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആകും എന്ന കാര്യത്തിൽ. എങ്കിലും ഒരു ക്ലാരിറ്റി വരാനായിട്ട് ഞാൻ എന്റെ സ്റ്റുഡൻസിനോട് പറയുകയും അവരിൽ പലരും LBSുമായി കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അവർക്കും ലഭിച്ചത് ഈ ഒരു സെയിം മറുപടി തന്നെയാണ്. സോ ഇതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുകൂടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. 2016 സിലബസ് റിവൈസ് ചെയ്തത് എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അല്ലെങ്കിൽ പലരും ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രിപ്പയർ ചെയ്യുക, അതിൽ നിന്ന് കിട്ടിയ അറിവ് കൊണ്ട് ഇനി വരുന്ന എക്സാമിന് പോയി എഴുതാം എന്ന രീതിയിൽ. പക്ഷെ അവരെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മുടെ കയ്യിൽ 5 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഉള്ള ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. നിങ്ങളെ ഭയപ്പെടുത്താനല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയ, അല്ലെങ്കിൽ ഒരു 2 മാസം കഴിഞ്ഞ് LBS സൈറ്റിൽ നിന്നും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഇരിക്കുന്നവർക്ക് അത് ലഭ്യമാകുന്നില്ല എന്ന വിവരം ഞാൻ അറിയിക്കുകയാണ്. ഇനി അപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും? നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളിൽ പലരും ഒന്നിൽ കൂടുതൽ വട്ടം എക്സാം എഴുതിയവരായിരിക്കും. നിങ്ങൾക്ക് കൂട്ടുകാരുണ്ടാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉള്ള വ്യക്തികളെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. സോ ഹാർഡ് കോപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അത് അറേഞ്ച് ചെയ്യാൻ സാധിക്കും. എങ്കിലും 2016 മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ലഭിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയേനെ. അപ്പം നമുക്കിനി വെബ്സൈറ്റിൽ അത് അവൈലബിൾ ആകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവാത്തത് കൊണ്ട് തന്നെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ കളക്ട് ചെയ്യുക എന്നതാണ് ഏറ്റവും നല്ല മാർഗം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടെൻഷൻ ഉണ്ടാക്കാത്ത ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഈ മേഖലയിൽ ഉള്ളത് കൊണ്ട് തന്നെ എന്റെ കയ്യിൽ ജനറൽ പേപ്പർ ആണെങ്കിലും മാത്സ് ആണെങ്കിലും ഞാൻ ഹാർഡ് കോപ്പികൾ എടുത്ത് സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. സോ ആ ഒരു കോൺഫിഡൻസിൽ, അല്ലെങ്കിൽ അതൊരു സ്റ്റഡി മെറ്റീരിയൽ ആയി തന്നെയാണ് നമ്മുടെ കോഴ്സ് ഇപ്പോൾ പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോകുന്നതും എന്റെ സ്റ്റുഡൻസിന് കൊടുക്കുന്നതും അതിലെ ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ ഇത് എന്നെ ബാധിക്കുന്നില്ല എന്നതല്ല ഇവിടുത്തെ കാര്യം. ഇത് പ്രതീക്ഷയോടെ ഇരിക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പുറത്തു നിൽക്കുന്നുണ്ട്. അവരോട് ഈ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്ക് ഇനി ഈ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും എന്നോട് ഡയറക്റ്റ് ചോദിക്കാനും അവസരം ലഭിക്കുന്നതാണ്. ഞാൻ ലിങ്ക് ഇവിടെ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ടെൻഷൻ ആകരുത്. നമ്മൾ കുറച്ചുകൂടി പ്ലാൻ ചെയ്ത് സെറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. ഇനി ഒരു കാര്യം കൂടി, പലരും പറയുന്നുണ്ട് ജനുവരിയിലെ എക്സാം എപ്പോഴും എളുപ്പമായിരിക്കും, ജൂലൈയിലെ എക്സാം ടഫ് ആയിരിക്കുമെന്ന്. അങ്ങനെ ഒരു പാറ്റേണിലൊന്നുമല്ല LBS എക്സാം നടത്തുന്നത്. സ്വാഭാവികമായും 2 പരീക്ഷകൾ നടക്കുമ്പോൾ ഒന്ന് മറ്റേതിനേക്കാൾ എളുപ്പമുള്ളതായും ബുദ്ധിമുട്ടുള്ളതായൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. ജനുവരിയിലെ എക്സാം എളുപ്പമായതുകൊണ്ടാണ് ഇത്രയും റിസൾട്ട് ഉണ്ടായതെന്നും അതുകൊണ്ട് ജൂലൈയിലെ എക്സാം ബുദ്ധിമുട്ടാകുമെന്നൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. എങ്ങനെയായാലും ഒരേ സിലബസിനെ ബേസ് ചെയ്താണ് എക്സാം നടത്തുന്നത്.
നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. ഏറ്റവും ടഫായ പരീക്ഷയ്ക്കാണ് നിങ്ങൾ പഠിക്കുന്നത് എന്ന വിചാരത്തിൽ പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്വാളിഫയിങ് എക്സാം മാത്രമായ സെറ്റ് ക്ലിയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. ഇനിയും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വരാനുണ്ടെങ്കിൽ തീർച്ചയായും എന്നെ നേരിട്ട് കണക്ട് ചെയ്യാം. നിങ്ങൾക്ക് സഹായത്തിന് ഞാൻ തീർച്ചയായും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മറക്കരുത്, ഭയപ്പെടുകയല്ല, കൃത്യമായി പ്രിപ്പയർ ചെയ്യുക എന്ന ഉദ്ദേശമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഇത്തവണത്തെ സെറ്റ് നമുക്ക് നേടേണ്ടത് അത്യാവശ്യമാണ്. കാരണം HSST പല സബ്ജക്റ്റുകളും വിളിക്കുമെന്ന പ്രതീക്ഷയിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന വർഷങ്ങളാണ് 2025ഉം 2026. സോ എല്ലാവരും വളരെ കോൺഫിഡന്റ് ആയി പ്രിപ്പയർ ചെയ്യൂ. ഇത്തവണത്തെ സെറ്റ് നമുക്ക് നേടേണ്ടതാണ്. താങ്ക്